ജീവിതത്തിലെ ചില തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ കണ്ണുകളല്ല, മറിച്ച് നമ്മുടെ ആത്മാവാണ് നടത്തുന്നത്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല സൂചനകളിലൂടെയും പ്രകൃതി നമ്മളോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷിയുടെ സാന്നിധ്യത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു ജീവിയുടെ പ്രതീകത്തിലൂടെയോ ഒക്കെ ദൈവം നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ നമ്മളെ അറിയിക്കാറുണ്ട്. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതും അത്തരം ഒരു ദൈവനിശ്ചയത്തിന്റെ ഭാഗമായിരിക്കാം. കാരണം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാധാരണ ഒരു തൊടുകുറിയല്ല. നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ആഗ്രഹങ്ങളും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ആത്മീയ മൈൻഡ് റീഡിംഗ് കൂടിയാണിത്. ജീവിതത്തിൽ ഒരുപാട് പേർക്ക് മറ്റുള്ളവരോട് തുറന്നു പറയാൻ കഴിയാത്ത സങ്കടങ്ങളുണ്ടാകും. ചിലർ സാമ്പത്തിക പ്രതിസന്ധികളിൽപ്പെട്ട് വിഷമിക്കുമ്പോൾ മറ്റു ചിലർ ജോലി കിട്ടാതെ കാത്തിരിക്കുന്നു. ചിലർക്ക് വിവാഹം വൈകുന്നു, ചിലരാകട്ടെ വിശ്വസിച്ചവരുടെ ചതിയിൽ തകർന്നുപോയിരിക്കുന്നു. ഇനിയും ചിലർക്ക് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഭാഗ്യം മാത്രം ഒപ്പം നിൽക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ഒരിക്കലും തന്റെ ഭക്തരെ കൈവിടില്ല. ചില അനുഗ്രഹങ്ങൾ വൈകുന്നത് ശരിയായ സമയത്ത് അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ 2 വിശുദ്ധ പ്രതീകങ്ങൾ കാണാം. ഒന്നാമത്തത് പച്ചത്തത്തയാണ്. പച്ചത്തത്ത വെറുമൊരു പക്ഷിയല്ല, ഐശ്വര്യത്തിന്റെയും സന്തോഷവാർത്തകളുടെയും പുതിയ അവസരങ്ങളുടെയും ഒപ്പം ദൈവത്തിന്റെ അനുഗ്രഹ സന്ദേശങ്ങളുടെയും പ്രതീകമായിട്ടാണ് ആത്മീയ വിശ്വാസങ്ങളിൽ ഇതിനെ കണക്കാക്കുന്നത്. രണ്ടാമത്തത് മീനാണ്. മീൻ സമൃദ്ധിയുടെയും ധനഭാഗ്യത്തിന്റെയും ജീവിതത്തിലെ പുതിയൊരു ഒഴുക്കിന്റെയും പ്രതീകമാണ്. തടസ്സങ്ങൾ മാറി ഭാഗ്യം തെളിയുന്നതിന്റെ ലക്ഷണമായിട്ടാണ് പല ആത്മീയ പാരമ്പര്യങ്ങളിലും മീനെ കരുതുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായൊരു കാര്യമാണ്. കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം മനസ്സിലോർക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. ശേഷം മനസ്സുരുകി ഇങ്ങനെ പ്രാർത്ഥിക്കുക: ഭഗവാനെ, എനിക്കിപ്പോൾ അറിയേണ്ട സത്യം എന്നെ അറിയിക്കണമേ. എനിക്ക് ലഭിക്കേണ്ട ഭാഗ്യം വൈകാതെ എന്റെ ജീവിതത്തിൽ എത്തിക്കണമേ. എന്റെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറ്റി ശരിയായ വഴിയിലൂടെ എന്നെ നയിക്കണമേ. ഇപ്പോൾ പതുക്കെ കണ്ണുകൾ തുറക്കുക. പച്ചത്തത്തയോ മീനോ, ആദ്യം നിങ്ങളുടെ മനസ്സ് ഏത് ചിത്രത്തിലേക്കാണോ ആകർഷിക്കപ്പെടുന്നത് അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് നിങ്ങളുടെ കണ്ണുകളെടുത്ത തീരുമാനമല്ല, നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ തിരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ അതിനു പിന്നിൽ ദൈവത്തിന്റെ അദൃശ്യമായ അനുഗ്രഹവുമുണ്ടായിരിക്കാം. നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുത്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ തിരഞ്ഞെടുത്തത് പച്ചത്തത്തയാണോ അതോ മീനാണോ? ഇത് നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും സാമ്പത്തിക ഭാഗ്യത്തെക്കുറിച്ചും ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന പുതിയ അവസരങ്ങളെക്കുറിച്ചും നിങ്ങളെ തേടിയെത്തുന്ന സന്തോഷവാർത്തകളെക്കുറിച്ചും എന്താണ് പറയുന്നതെന്ന് ഇനി വളരെ വിശദമായി നമുക്ക് മനസ്സിലാക്കാം. 1. ഒന്നാമത്തെ ചിത്രമായ പച്ചത്തത്ത തിരഞ്ഞെടുത്തവർക്കുള്ള ഫലങ്ങൾ. ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രമായ പച്ചത്തത്തയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങളാണ് പറയുവാൻ പോകുന്നത്. വാസ്തവം പറഞ്ഞാൽ ഈ തൊടുകുറി പ്രകാരം നിങ്ങളെപ്പോലെ ഇത്രയധികം സഹനശക്തിയുള്ള മറ്റൊരാൾ ഉണ്ടാകില്ല എന്നുറപ്പിച്ചു പറയാം. കാരണം നിങ്ങളുടെ ജീവിതത്തിലുടനീളം നോക്കിയാൽ ഇത്രയധികം കഷ്ടനഷ്ടങ്ങളും ത്യാഗങ്ങളും സഹിക്കാൻ ശേഷിയുള്ള ആളുകൾ വളരെ വിരളമായിരിക്കും. മറ്റുള്ളവർ അനുഭവിക്കുന്ന പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ നിങ്ങളുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതാണെന്ന് പറയേണ്ടിവരും. എങ്കിൽ പോലും എത്ര വലിയ വീഴ്ചകൾ ജീവിതത്തിൽ സംഭവിച്ചാലും അതിൽ നിന്നെല്ലാം വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള നിങ്ങളുടെ കഴിവ് അപാരം തന്നെയാണ്. മറ്റുള്ളവരാണ് നിങ്ങളുടെ സ്ഥാനത്ത് ഈ പ്രതിസന്ധികൾ നേരിട്ടിരുന്നതെങ്കിൽ അവർക്ക് ആ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. നിങ്ങളുടെ ഈ സഹനശക്തി തന്നെയാണ് ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ആയുധം. അതുകൊണ്ടുതന്നെ ഈ ഒരായുധം വെച്ചുതന്നെയായിരിക്കും ഇനിയുള്ള കാലം നഷ്ടപ്പെട്ടു പോയതെല്ലാം നിങ്ങൾ പോരാടി വീണ്ടെടുക്കാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ തൊടുകുറിയിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ കാണുന്ന മറ്റൊരു ബലഹീനത, വീക്ക്നെസ്, നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്ന ആളുകളിൽ നിന്നുള്ള വിപരീത പ്രതികരണങ്ങൾ നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്നതാണ്. ഇങ്ങനെയുള്ള ചില സങ്കടകരമായ അനുഭവങ്ങൾ ഈ അടുത്തിടെയായി നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുണ്ടാക്കിയ മാനസിക വിഷമം ചെറുതുമല്ല. എന്നാൽ ഇതേ സമയം തന്നെ നിങ്ങൾക്ക് വലിയൊരു സന്തോഷവാർത്തയും പറയാനുണ്ട്. വരുന്ന 5 ദിവസത്തിനുള്ളിൽ ചില പോസിറ്റീവായ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. ആദ്യം പറഞ്ഞ കാര്യം മറക്കരുത്, നിങ്ങളുടെ ജീവിതം പ്രതിസന്ധികളോട് പടവെട്ടി നിങ്ങൾ നേടിയെടുത്തതാണ്. അതുകൊണ്ടുതന്നെ ഓരോ 5 ദിവസം കൂടുമ്പോഴും ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഓരോരോ അവസരങ്ങൾ പ്രപഞ്ചശക്തിയോ ദൈവമോ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. പക്ഷെ പലപ്പോഴും അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇനിമുതൽ നിങ്ങൾ അത് ശ്രദ്ധിച്ചു തുടങ്ങും. കാരണം ഇവിടെ ഈ തൊടുകുറിയിലൂടെ ഞാൻ ഈ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞു. വരുന്ന 5 ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിലോ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നടന്നു കിട്ടേണ്ടത്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ തീവ്രമായി ചിന്തിക്കുന്നത്, ആ കാര്യം സാധിച്ചുതരാൻ പ്രപഞ്ചശക്തി ചില അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെ നിങ്ങൾക്ക് വഴി കാണിച്ചുതരും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് അത്യാവശ്യമായി കുറച്ച് പണം വേണമെന്ന് കരുതുക. നിങ്ങൾ ചിട്ടിയിലോ ലോട്ടറിയിലോ ഒക്കെ പങ്കെടുത്തു നോക്കി, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും കടം ചോദിച്ചു നോക്കി, എന്നിട്ടും ഒന്നും ശരിയായില്ല. ഇങ്ങനെയൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ദൈവാനുഗ്രഹം കൊണ്ട് പെട്ടെന്നൊരു ഉൾവിളിയുണ്ടാകും:
ഒരു ലോട്ടറി എടുക്കണമെന്നോ അല്ലെങ്കിൽ അതിന്റെ അവസാന നമ്പർ എന്തായിരിക്കണമെന്നോ ഒക്കെ മനസ്സിൽ ഒരു തോന്നൽ വരും. ആ തോന്നലനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് ഉറപ്പായും സാധിച്ചു കിട്ടും. ഇത്തരത്തിൽ ഓരോ 5 ദിവസം കൂടുമ്പോഴും നിങ്ങൾക്ക് അവകാശപ്പെട്ട ഭാഗ്യം നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടത്തിത്തരാൻ ദൈവത്തിന്റെ പ്ലാൻ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് എപ്പോഴും ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. അങ്ങനെയായാൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായും പ്രവർത്തിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭഗവതി ക്ഷേത്രങ്ങളിൽ പോയി രക്തപുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ ശത്രുസംഹാര പുഷ്പാഞ്ജലിയോ കഴിക്കുന്നത് നിങ്ങൾക്ക് ഉത്തമമായിരിക്കും. 2. രണ്ടാമത്തെ ചിത്രമായ മീൻ തിരഞ്ഞെടുത്തവർക്കുള്ള ഫലങ്ങൾ. അടുത്തതായി രണ്ടാമത്തെ ചിത്രമായ മീനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങളാണ് പറയുവാൻ പോകുന്നത്. നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണ്. പ്രധാനമായും 2 മേഖലകളിലാണ് ഈ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്. ഒന്ന്, ധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മറ്റൊന്ന് ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ. ഈ 2 കാര്യങ്ങളിലാണ് നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എന്നാണ് തൊടുകുറി ഫലം വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, നിങ്ങളിൽ ഭൂരിഭാഗം പേരുടെയും കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. മറ്റുള്ളവരുടെ കഷ്ടകാലത്ത് നിങ്ങളുടെ മനസാക്ഷി അനുസരിച്ച് പണം നൽകിയോ അല്ലെങ്കിൽ ശാരീരികമായും മാനസികമായും അവരെ സഹായിക്കുകയോ ചെയ്തവരാണ് നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കഷ്ടതയോ ദുരിതമോ അനുഭവിക്കുന്ന ഈ സമയത്ത് അന്ന് നിങ്ങൾ സഹായിച്ച സുഹൃത്തുക്കളോ ബന്ധുക്കളോ സഹപ്രവർത്തകരോ ആരും തന്നെ നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്നതാണ് ഈ തൊടുകുറി ഫലത്തിൽ കാണുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾക്ക് വരെ കുറ്റക്കാരനാകേണ്ട അവസ്ഥയും നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ജോലിസ്ഥലത്ത് മറ്റാരോ ചെയ്ത അബദ്ധങ്ങൾക്കോ കളവുകൾക്കോ നിങ്ങൾ മറുപടി പറയേണ്ടി വന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ സുഹൃത്തിന്റെ ദുരവസ്ഥ കണ്ട് മറ്റൊരാളിൽ നിന്ന് പണം കടം വാങ്ങി അവനെ സഹായിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇപ്പോൾ ആ സുഹൃത്ത് നിങ്ങളെ കാണുമ്പോൾ വഴിമാറിപ്പോകുന്ന അവസ്ഥയായിരിക്കാം. ചുരുക്കം പറഞ്ഞാൽ, നിങ്ങൾ ഉപകാരം ചെയ്തവരിൽ നിന്ന് തന്നെ തിരിച്ചടികൾ നേരിടുന്ന സാഹചര്യങ്ങളാണ് കൂടുതലായും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന പോസിറ്റീവായ മാറ്റം എന്തെന്നാൽ, യാത്രകളിൽ നിന്നാണ് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നത്. യാത്രാവേളകളിൽ നിങ്ങളുമായി മുൻപരിചയമില്ലാത്ത ചില ആളുകളെ നിങ്ങൾ പരിചയപ്പെടാൻ ഇടയാകും. അത് പിന്നീട് ഒരിക്കലും വിട്ടുപിരിയാൻ കഴിയാത്ത വിധം ആഴത്തിലുള്ള ഒരു ആത്മബന്ധമായി മാറും. ആ സുഹൃത്ത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രാരബ്ധങ്ങളും മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ചെയ്തു തന്ന് നിങ്ങളെ സഹായിക്കും. ഇതിനെല്ലാം കാരണമാകുന്നത് ഇവിടുന്നങ്ങോട്ട് 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ചെറുതും വലുതുമായ യാത്രകളാണ്. അത് തീർത്ഥാടനമാകാം, ക്ഷേത്രദർശനമാകാം, അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ കൂടെ ഏതെങ്കിലും ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോകുന്നതുമാകാം. ഇങ്ങനെയുള്ള യാത്രകളിൽ നിങ്ങളുടെ ജീവിതാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പ്രപഞ്ചശക്തി ഓരോ അനുഭവങ്ങൾ നിങ്ങളുടെ മുൻപിലെത്തിക്കും. ഇതിൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഒരേയൊരു കാര്യമാണ്. ഇത്തരം യാത്രകൾ പോകുമ്പോൾ പുതിയ ആരെങ്കിലും വന്ന് നിങ്ങളെ പരിചയപ്പെടുകയും നിങ്ങളുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും കേൾക്കാൻ താൽപര്യം കാണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അവരാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ. അവരെക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയോജനമുണ്ടാകും. നിങ്ങളും ഭഗവതി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. ഈ ഫലങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു.